ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ബഹ്റൈൻ അധികൃതർ രംഗത്ത്. വിശ്വസനീയമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെതിരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് എക്കോണമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുടെ കുറ്റകൃത്യ നിരീക്ഷണ മേധാവി മേജർ ഫാത്തിമ അൽ ദോസരിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഓൺലൈൻ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അബായ പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും അവധിക്കാല യാത്രകൾ തുടങ്ങിയ സേവനങ്ങൾക്കുമുള്ള വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അൽ ദോസരി കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒന്നുകിൽ ബാങ്ക് വിവരങ്ങൾ ചോർത്തുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ പണം തട്ടി ബ്ലോക്ക് ചെയ്ത് മറയ്ക്കുകയോ ചെയ്യും. ഓൺലൈനിൽ നിന്നാണെങ്കിലും വാങ്ങുന്ന സാധനം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം. ബലിപെരുന്നാൾ അടുത്തു വരുന്നതിനാലും വേനൽ അവധിക്കാലം അടുത്തു വരുന്നതിനാലും യാത്രാ തട്ടിപ്പുകളിൽ വലിയ തരത്തിലുള്ള വർധനവ് ഉണ്ടാകാനിടയുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. തട്ടിപ്പുകാർ ട്രാവൽ ഏജന്റുമാരായി വേഷം മാറി ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുമെന്നും വിമാനത്താവളത്തിലെത്തുമ്പോൾ മാത്രമാണ് ഇക്കാര്യം മനസ്സിലാകുന്നത്. ഇതിനോടകം തന്നെ ഇവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന ടൂർ പാക്കേജ് തട്ടിപ്പിൽ നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. വേനൽ കടുക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പൂളുകൾ ബുക്ക് ചെയ്യുന്നത് ബഹ്റൈനിലെ സ്വദേശികൾക്കിടയിൽ ജനപ്രിയമായി മാറിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ പരസ്യങ്ങൾ നൽകി മുൻകൂറായി പണം തട്ടുന്ന രീതിയും റിപ്പോർട്ട് ചെയ്തു. വലിയ പെരുന്നാൾ ബലിക്കായി കന്നുകാലികളെ വാങ്ങുന്നവരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്നും മാത്രം കന്നുകാലികളെ വാങ്ങണമെന്നും ഓൺലൈൻ തട്ടിപ്പ് പരസ്യങ്ങളിൽ വീഴരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവതി സൗദിയിലെ ജുബൈലിൽ കുഴഞ്ഞുവീണു മരണപ്പെട്ടു. കോഴിക്കോട് മുക്കം സ്വദേശി റുബീനയാണ് മരിച്ചത്. കുട്ടികൾ സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് റുബീനയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദോഫർ ഗവർണറേറ്റിലെ മിർബാത്ത് തീരത്ത് മുങ്ങിത്താഴുന്ന കുട്ടിയെ കോസ്റ്റ് ഗാർഡിന്റെ മറൈൻ റെസ്ക്യൂ ടീമിലെ ഒരു അംഗം 2 പൗരന്മാരുടെ സഹകരണത്തോടെ രക്ഷിച്ചു. വെള്ളത്തിൽ നിന്നും അബോധാവസ്ഥയിലായിരുന്നു കുട്ടിയെ പുറത്തെത്തിച്ചത്. തുടർന്ന് അടിയന്തര ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. രക്ഷാപ്രവർത്തകർ പൗരന്മാരോടൊപ്പം 25 മിനിറ്റ് തുടർച്ചയായി CPR നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. പിന്നീട് കുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ROP സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഔദ്യോഗിക ഒമാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശന സമയത്ത് ഷെയ്ഖ് ഹംദാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദുമായി കൂടിക്കാഴ്ച നടത്തും. നിരവധി മുതിർന്ന ഒമാനി ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ വികസന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ നേതാക്കൾ ചർച്ച ചെയ്യും. UAEയും ഒമാനും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സാഹോദര്യബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനം. ഒമാനിൽ ദുൽഹജ്ജ മാസപ്പിറവി ദർശനം ഉറപ്പിക്കുന്നതിനുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചേരും. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രക്കല ദർശനത്തിന് പൊതുജനങ്ങളോട് മതകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടു. മാസപ്പിറവി കാണുന്നവർ ഗവർണറേറ്റുകളിലെ ഓഫീസുകളിൽ വിവരം അറിയിക്കണമെന്ന് ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഗോളശാസ്ത്രപ്രകാരം നാളെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. നാളെ മാസം കാണുകയാണെങ്കിൽ മെയ് 28 ബുധനാഴ്ച ദുൽഹജ്ജ് 1 ആയിരിക്കും. ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സലാല സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദോഫർ മുനിസിപ്പാലിറ്റി. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി. അടുത്ത മാസം 12 വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം. ഈ കാലയളവിൽ പ്രദേശത്ത് താൽക്കാലിക ഗതാഗത വഴി തിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ റൗണ്ട് അബൌട്ടിൽ നിന്നും വടക്കോട്ടും, കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന വാഹനങ്ങൾ അൽറഫ സ്ട്രീറ്റ് വഴി വടക്കോട്ടും തിരിയണം.
എല്ലാ ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം വഴികൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു. ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി നഴ്സ് മരണപ്പെട്ടു. ഗുരുതര പരിക്കുകളോടെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് മരണപ്പെട്ടത്. മെയ് 15-ന് സലാലയിൽ നിന്നും 200 കിലോമീറ്റർ അകലെ മസ്യൂനയിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ സ്ഥലത്ത് നിന്നും മാലിന്യം കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തെന്നി മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെന്റിലേറ്ററിൽ തുടരവെയാണ് മരണം സംഭവിച്ചത്. സംഭവമറിഞ്ഞ് ഭർത്താവും ഏക കുട്ടിയും സലാലയിൽ എത്തിയിട്ടുണ്ട്. സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം അടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാൻ സൗദി അതിർത്തി പ്രദേശമായ റുബുൽ ഖാലി ബോർഡറിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചുകൊണ്ട് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അതിർത്തി മേഖലയിൽ അടിയന്തര സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. ഒമാന്റെ വിവിധ ബോർഡറുകളിൽ നിലവിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. ഒമാനും സൗദിക്കും ഇടയിൽ കര അതിർത്തി വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം നിലവിൽ വർദ്ധിച്ചു വരികയാണ്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്ന വിലായത്തിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. ബോട്ടിലുണ്ടായിരുന്ന 2 സ്വദേശികളെയും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ട ബോട്ട് കടലിൽ മുങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിച്ചു. അൽഹംറ, റുസ്താഖ്, സൊഹർ, ജബലഖ്തർ, ഇബ്രി, യങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ പകൽ സമയങ്ങളിൽ ഭാഗികമായി മഴ ലഭിച്ചത്. ചില സ്ഥലങ്ങളിൽ വാദികളിൽ മഴവെള്ളം ഒഴുകിയെത്തി. തെക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമായിരുന്നു. തീരപ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നു. അതേസമയം ഇന്നലെ ഒമാന്റെ മറ്റ് പ്രദേശങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിലും കഠിന ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. മഹദയിലാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 46.9 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത്. സലാല, ദോഫർ ഗവർണറേറ്റിലെ തീരദേശ പർവ്വത പ്രദേശങ്ങളിലും അൽഹജർ പർവ്വത നിരകളിലും അന്തരീക്ഷം മേഘാവൃതമാവുകയും ഭാഗികമായി മഴ ലഭിക്കുകയും ചെയ്യുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് വൈകിട്ട് വരെ ഇടവിട്ട മഴയുണ്ടായേക്കാം. ചില സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും അതോടൊപ്പം ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി.